വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വെളുപ്പാങ്കാലത്തിരുന്ന് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടിൽ അതിൻ്റേതായ വ്യത്യാസം കാണും. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മക്കൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസമുള്ളൊരു വീഡിയോ ആണ്. ഞാൻ നാട്ടിലവർ അംഗൻവാടിയിലൊക്കെ വിട്ടിട്ടുണ്ട്, എന്നാലും പക്ഷേ അവർ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ. ഭയങ്കര ഇമോഷണലായിട്ടാണ് എനിക്ക് ഈ വീഡിയോ ഞാൻ ഓരോ പ്രാവശ്യം എഡിറ്റ് ചെയ്യാൻ എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇത് അവിടെ തന്നെ തിരിച്ചു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, അവരാദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് കൊണ്ടാണോ, അവരാദ്യമായിട്ട് എന്നെ വിട്ട് നിൽക്കുന്നു എന്നുള്ള ഇതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. തലേദിവസം ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. 3 മണിക്ക് എഴുന്നേൽക്കും, 2 മണിയാകുമ്പോൾ എഴുന്നേൽക്കും, 3-ന് എഴുന്നേൽക്കും, 4-ന് എഴുന്നേൽക്കും. ഇങ്ങനെ ഓരോ സമയം നോക്കി ഞാൻ അങ്ങനെ 5:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ 5:30ക്കൊന്നും എഴുന്നേൽക്കേണ്ട കാര്യമില്ല, അവർക്ക് സ്നാക്സ് മാത്രം മതി. 1 മണിയാകുമ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റു, ജസ്റ്റ് രാവിലെ തന്നെ കുളിച്ചു, വിളക്കൊക്കെ വെച്ചു. അതിനുശേഷം അവർക്കുള്ള സ്നാക്സൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വെച്ചു. അപ്പം സ്കൂളിൽ അങ്ങനെ ജങ്ക് ഫുഡൊന്നും കൊടുത്തു വിടണ്ട എന്നുള്ള തീരുമാനം ആദ്യമേ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ കൊടുത്തു വിടണ്ട എന്നുള്ളത്. പിന്നെ അവർക്കും അതൊരു ശീലമാക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തില്ല. അപ്പം നട്ട്സൊക്കെ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഇതുപോലെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ ആദ്യമേ തന്നെ ഞാൻ ഇവർക്കുള്ള ഒരേപോലത്തെ ടിഫിൻ ബോക്സ്, ടിഫിൻ വാട്ടർ ബോട്ടിലെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പേർക്ക് പിങ്കും ഒരാൾക്ക് ബ്ലൂവും. സത്യം പറഞ്ഞാൽ ഇവർക്കുള്ള ഫുഡൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെയാണോ, അത് എനിക്ക് മാത്രം ആയിരിക്കില്ല. സ്കൂളിൽ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്, പക്ഷേങ്കിൽ അവരെന്നെ വിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഇതായിരിക്കും. ഞാൻ അവരെ അങ്ങനെ വിട്ട് നിന്നിട്ടില്ല. കുറച്ച് നേരത്തേടാണെങ്കിൽ പോലും അങ്ങനെ മാറി നിൽക്കുമ്പോൾ എന്തോ ഒരു 2-3 കാര്യമുണ്ട് കേട്ടോ. അവർ പെട്ടെന്ന് വളർന്നു പോയോ ല്ലോ എന്നൊരു ചിന്ത. ഇനി അവർക്ക് ഉത്തരവാദിത്തങ്ങളായി, സ്കൂളിൽ പോകുന്ന കാര്യം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ കണ്ണ് നിറയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ദിവസം ഇവർ മെയ് 18-ാം തീയതി തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഈ വീഡിയോ എടുക്കും, അത് കുറച്ച് നേരം ഞാൻ നോക്കും. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ പോലും നോക്കാതാണ് ഞാൻ വോയിസ് കൊടുക്കാനെടുക്കും. പിന്നെ എനിക്കത് എന്തോ ഒരു വിഷമം. ഇത്രയ്ക്കൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല, പക്ഷേ എന്നാലും എനിക്കങ്ങനെ. കാരണം ഈ 3 പേരും എപ്പോഴും എൻ്റെ ചുറ്റിനുമുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ പോയാലും ഇവർ 3 എൻ്റെ ചുറ്റിനും എപ്പോഴും ഉണ്ട്. ഏത് സമയത്തും ഇവർ 1-1.25 വയസ്സ് തൊട്ട് ഞാനും ഇവരും തന്നെയാണ് ഇവരെ നോക്കുന്നത്. ഒരു ഏകദേശം 2 വയസ്സാകുന്നിടം വരെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ നാട്ടിൽ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാനും ഇവരും തന്നെയുള്ളൊരു ലോകമായിരുന്നു. അപ്പോൾ കുറേ ഇമോഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂഡ് സ്വിങ്സ് ആയാലും ഇമോഷൻസ് ആയാലും എന്ന് വെച്ചുകൊണ്ട് ഞാനിവരെ അടിക്കാതെയോ എന്താ പറയുക, വഴക്ക് പറയാതെയോ ഒന്നും ഇരിക്കുന്ന അമ്മയൊന്നും അല്ല കേട്ടോ. ഞാൻ നന്നായിട്ട് വഴക്ക് പറയും, അടിക്കാറുണ്ട്. അടിച്ച് കഴിയുമ്പോൾ എനിക്ക് വിഷമം തോന്നും, എന്നാലും ചില സമയത്ത് എൻ്റെ കൺട്രോൾ തെറ്റുമ്പോൾ ഞാൻ അടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർക്കുള്ള ടിഫിനൊക്കെ എടുത്തു. അങ്ങനെ എന്താ പറയണ്ടേ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമോ എന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ, ഒന്നും തോന്നല്ലേ. ഇനി പറഞ്ഞുതരാമല്ലോ. അപ്പോൾ അവർക്കുള്ള ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെയും അവർക്ക് അത് മാത്രമാണ്. ഇപ്പോൾ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ കൊടുത്തു വിടുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു വിടാത്തതെന്ന് വെച്ചാൽ അവർ 11 മണി അവർ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ 11 മണിയൊക്കെ സമയമാകുമ്പോഴത്തേനും അവർ അടുത്ത ഫ്രൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു 11 മണി അല്ലെങ്കിൽ ഒരു അവർ ഉണരുന്ന അനുസരിച്ച് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകാറായതുകൊണ്ടാണ് അവർ ഇച്ചിരി രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അത്ര രാവിലെ ഒന്നും എഴുന്നേൽക്കുന്ന മക്കളല്ല. അപ്പോൾ ഞാനും ഒരു വെളുപ്പാങ്കാലത്ത് ഉറങ്ങുന്ന ഒരു ആളാണ്. എനിക്കും രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, പക്ഷേ രാവിലെ എനിക്ക് കുറച്ച് നേരം ഉറങ്ങണം എന്നുള്ളൊരിതാണ്. പക്ഷേ ഇവരെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ അത് കംപ്ലീറ്റ്ലി ചേഞ്ചായി. ഞാൻ എങ്ങനെയാണോ ഒരു അമ്മയ്ക്ക് ഓരോ ഘട്ടങ്ങളിൽ മാറാൻ പറ്റുന്നതെന്ന് ഉള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് എൻ്റെ അനുഭവത്തിലൂടെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ അവർക്ക് ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ആപ്പിളിന് കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപ്പിൻ്റെ ടേസ്റ്റൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതും പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പൈനാപ്പിളും കൂടെ കട്ട് ചെയ്ത്. ഈ 2 ഫ്രൂട്ടും അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ്. പൈനാപ്പിൾ ആയാലും
അതുപോലെ ആപ്പിളായാലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം കുറച്ച് ക്യാരറ്റ് അതൊക്കെ കൊടുക്കും. ക്യാരറ്റൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് രാവിലെ ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമായത് എന്ത് ചെയ്യണം എങ്ങനെയാണ് എല്ലാത്തിനും നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ എന്നാലും ആ സമയമാകുമ്പോൾ നമുക്കൊരു ഇത് വരത്തില്ലേ, അങ്ങനെ ഇവർ കഴിക്കുമോ ഇല്ലയോ എന്ന്. നമ്മുടെ ഒരു ടിഫിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ടിഫിൻ ബോക്സിൽ തന്നെ കിട്ടിയ ഒരു ചെറിയ സ്പൂണുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ സ്പൂണിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഫോർക്കായിരുന്നു നല്ല. പക്ഷേ എനിക്ക് അത്ര ചെറിയ ഫോർക്ക് ഇല്ലാത്തത് കാരണം ഞാൻ സ്പൂണാണ് വെച്ച് കൊടുത്തത്. അങ്ങനെ അതും ടിഫിനും പായ്ക്കായിട്ടുണ്ട്. അവർക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാട്ടർ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടാണ് കേട്ടോ എഴുന്നേറ്റതും അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. അത് അന്ന് തൊട്ട് ഈ കുറച്ച് ദിവസമായതേ ഉള്ളൂ, ഒരു 2 ആഴ്ചയായുള്ളൂ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഞങ്ങൾ 2 പേരും കൂടെ തന്നെയാണ് അവരുടെ കാര്യം. ചേട്ടൻ ടിഫിൻ റെഡിയാക്കുമ്പോഴത്തേനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു സന്തോഷമല്ലേ നമുക്ക്. അപ്പം എനിക്ക് നേരത്തെ തൊട്ടേ അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമ്പോഴുള്ള ഒരു പെർഫെക്ഷൻ അതെനിക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. എന്ത് കാര്യത്തിലും അവരുടെ കാര്യത്തിൽ അങ്ങനെ വേണം എന്നൊരു, മറ്റുള്ളവർ നോക്കത്തില്ല എന്നല്ല, നോക്കും. പക്ഷേ എന്നാലും എൻ്റേതായ ഒരു ടച്ച് എല്ലാത്തിലും അവരുടെ കാര്യത്തിൽ വേണമെന്നൊരു നിർബന്ധമുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അവർക്കാണെങ്കിൽ ബാഗും യൂണിഫോം ബാഗ്, ലഞ്ച് ബാഗ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ തരികയാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ബാഗ് കൊടുത്തു വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ അവരെ നാട്ടിൽ ഇതുപോലെ അംഗൻവാടി വിട്ടത് കാരണം അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ ബാഗ് 2-3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് 3 പേരുടെ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതുവരെ അവർക്ക് ബാഗൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ബാഗ് തന്നെ, ഒന്നും വേണ്ട, എക്സ്ട്രാ ഒരു തുണിയും പിന്നെ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് വേണം. കാരണം കുഞ്ഞു പിള്ളേരല്ലേ, അവർ ഇങ്ങനെ എന്താ പറയണ്ടേ, യൂറിൻ പാസ് ചെയ്യുവോ അങ്ങനെ വല്ലതും ആണെങ്കിൽ മാറാൻ വേണ്ടിയുള്ളൊരു എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ്. ഡയപ്പർ ഇടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഡയപ്പർ കൊടുത്തു വിടാം അങ്ങനെ. പക്ഷേ ഞാനിപ്പോൾ ഇവർക്ക് ഡയപ്പർ മാറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ഡയപ്പറിൻ്റെ ആവശ്യമില്ല. അല്ലാതെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും അവരുടെ മുടി ചീകി കെട്ടുക എന്നുള്ളത് എനിക്കൊരു വലിയ ടാസ്ക്കാണ്. 2 പേരുടെയും മുടി ചീകി കെട്ടുന്നത് എനിക്ക് മോനെ ഒരുക്കാൻ ഈസിയാണ് കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ 2 പേരും പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും, അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഈസിയാണ് അവനെ ഒരുക്കുക. ഒന്നും ചെയ്യണ്ടല്ലോ, ഒരു ഡ്രസ്സ് ഇട്ടു തലമുടി പോലും അവൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്നാലും കൈ കൊണ്ടൊന്ന് ഇത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോമ്പ് വെച്ച് ചെയ്യത്തേ ഉള്ളൂ. അപ്പോഴത്തേന് അവൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പം നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം അവർക്ക് സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് ഡ്രസ്സാണ് ഇട്ടത് 3 പേർക്ക്. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും കാലിൽ തൊട്ടൊക്കെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഒരു അംഗൻവാടി കഴിഞ്ഞപ്പോഴും അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ അവർ ആദ്യമായിട്ട് പോകുമായതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ടത്. പിന്നെ ഇവർ എന്താ പറയണ്ടേ, നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പേരൻസ് കൊണ്ടുവിടണം ഇവരെ കേട്ടോ. ആദ്യത്തെ ദിവസം നെക്സ്റ്റ് ഡേ തൊട്ട് വണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ദിവസം അത് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ചേട്ടന് അവരുടെ കാലിൽ ഞങ്ങൾ ഇവിടുത്തെ ഇത് വെച്ച് നമ്മൾ കാലിലൊരു ചരട് കെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അഴിഞ്ഞു പോയായിരുന്നു. ചേട്ടനത് കെട്ടിക്കൊടുക്കുമായിരുന്നു അവനും അവർക്ക്. അപ്പോൾ ചേട്ടൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയായിരുന്നു കേട്ടോ. കണ്ണ് നിറയെ വെച്ചാൽ ഞാൻ കരയായിരുന്നു. എനിക്കറിയില്ല അത്രേൻ്റെയൊക്കെ ഇതുണ്ടോ, എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്ന്. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. സ്കൂളിൽ വിടുന്നതിൻ്റെ ഒരു ഇതല്ല, അവരങ്ങ് വലിയ കുട്ടികളായി പോയോ, അവർക്കങ്ങ് ഉത്തരവാദിത്തങ്ങൾ കൂടിപ്പോയോ. 3.5 വയസ്സായപ്പോഴത്തേന് 3.5 വയസ്സിൻ്റെ തന്നെയല്ല, അവർ പെട്ടെന്ന് അവർക്ക് ഇനി റെസ്പോൺസിബിലിറ്റീസൊക്കെ കൂടിയില്ലേ. രാവിലെ അവരെ വിളിച്ചുണർത്തണം, വൈകുന്നേരം നേരത്തെ പിടിച്ച് കിടത്തണം. എന്താ പറയണ്ടേ, അത് നമ്മുടെ ഇതുകൊണ്ട് മാത്രമല്ല അവരുടേതായ ഭാഗത്തോട് ചിന്തിക്കുമ്പോഴും അവരെ നേരത്തെ പിടിച്ച് കിടത്തി നാളെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് നേരത്തെ കിടത്തണം. അങ്ങനെയൊക്കെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഇതെല്ലാം എല്ലാവരുടെയും ഇതിൽ സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ എൻ്റെ അനുഗ്രഹവും അവർ വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളവരെ കൊണ്ടുവിടുകയാണ്. ഞങ്ങളും കൂടെ ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു മോന്. കാരണം അംഗൻവാടി പോയിട്ട് ഇവനെന്തോ ഇഷ്ടമായില്ല അംഗൻവാടി പോയത്. അപ്പോൾ അത് കാരണം എന്താ പറയണ്ടേ,
അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ബുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സ്കൂളിൽ പോയ സമയത്ത് തന്നെ ഇവനെ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി അവിടെ ചെറിയ പാർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവന് സന്തോഷമായി കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവർ ഫസ്റ്റ് ഡേ ആയത് കാരണം അവരെ വെൽക്കം ചെയ്യാനായിട്ട് മറ്റേ പനിനീര് തളിക്കുകയും എല്ലാവർക്കും ഇങ്ങനെ നെറ്റിയിൽ ചന്ദനം ഇട്ട് കൊടുക്കുകയും പൂ കൊടുക്കുകയും അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ബലൂണൊക്കെ വെച്ച് സ്കൂളൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ റോസാപ്പൂവൊക്കെ കൊടുത്തു. പക്ഷെ അവൻ വാങ്ങിച്ചില്ല. കാരണം ഗേൾസിന് കൊടുക്കുന്നത് ബോയ്സിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെല്ലാം എത്ര വാങ്ങിക്കാൻ പറഞ്ഞിട്ടും അവൻ വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വെൽക്കം ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു പെൻസിലിൽ എഴുതി അങ്ങനെ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും പേര് നമ്മൾ ഓൾറെഡി ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുള്ളത് കാരണം പേര് വെച്ച് ചെറിയ ഒരു ഐ.ഡി. കാർഡും അവരുടെ ഉടുപ്പിൽ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളവിടെ നിന്നപ്പോൾ തന്നെ അവർ അതും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും പേര് നോക്കി അതും പിൻ ചെയ്ത് അങ്ങനെ 3 പേരും ഒരുമിച്ച് ജനിച്ചു, ഒരുമിച്ച് വളർന്നു. ഇപ്പോൾ ദേ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പോകുന്നു. ഒരേ ക്ലാസ്മേറ്റ്സാണ് ഇപ്പോൾ അവർ. ഒരേ ക്ലാസ്സിൽ, സെപ്പറേറ്റ് ക്ലാസ്സിലല്ല, 3 പേരും ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. അപ്പം പ്രീ-KG-യിലോട്ട് ജോയിൻ ചെയ്യുവാണ് 3 പേര്. അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് പോയി. അവർ ക്ലാസ്സിലോട്ട് പോയപ്പോൾ നീച്ചു തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ പോവോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോൻ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇനി അവർ കരയോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അതുകൊണ്ട് ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്തു. കുറേ സമയം വെയിറ്റ് ചെയ്തു. അതിന് ലാസ്റ്റ് ഒരു 12:30 വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ അവനെയും കൂട്ടിയാണ് തിരിച്ച് വന്നത്. അപ്പോഴത്തേനും അവൻ കരയുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ വണ്ടിയിൽ അവന് ഫ്രണ്ടിൽ കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഫ്രണ്ടിൽ കയറണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഞങ്ങളവിടെ ഇരുന്ന സമയത്തൊന്നും അവർ കരഞ്ഞോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കരഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കാണാതെ മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. തിരിച്ചു വന്നു. പിന്നെ ഓരോ ദിവസങ്ങളിൽ പോകുന്ന ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം അവരുടെ മുടി കെട്ടുന്നതും എന്താ പറയണ്ടേ, ഓരോരോ വെറൈറ്റി ആയിട്ട് അവരുടെ മുടി കെട്ടുന്നതും ഓരോ ദിവസവും എന്ത് ഡ്രസ്സ് ഇട്ട് കൊടുക്കും. തലേ ദിവസവും ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വയ്ക്കും എപ്പോഴും. എന്നിട്ട് പിറ്റേ ദിവസം പെട്ടെന്നാകുമല്ലോ എല്ലാം. അങ്ങനെ ഇത്രയും ദിവസം ഈ ജൂൺ ഒരു 5-8 വരെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ചേട്ടൻ്റെ അച്ഛനും അമ്മയാണേലും എൻ്റെ അമ്മയാണേലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തലമുടി കെട്ടാം അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ മാത്രമായി. അവർക്ക് യൂണിഫോം ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. യൂണിഫോം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ യൂണിഫോം കിട്ടിയിട്ടുണ്ട്. ഇതാണ് അവരുടെ യൂണിഫോം കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ സ്കൂളിൽ ഇപ്പോൾ വഴക്കൊന്നുമില്ല. സ്കൂളിൽ പോകാൻ സ്കൂൾ ബസ്സിലാണ് ഇപ്പോൾ കൊണ്ടുവിടുന്നത്. പിന്നെ അവരുടെ ബുക്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബുക്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ബുക്സ് അത് ബൈൻഡ് ചെയ്യാനുള്ള പേപ്പർ കവർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം രാത്രിയിലിരുന്ന് ഞാനും ചേട്ടൻ്റെ അമ്മയും ഒക്കെ കൂടെ ഇരുന്ന് ബുക്സൊക്കെ ബൈൻഡ് ചെയ്യുമായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെയൊക്കെ ഞങ്ങളന്ന് ഇവരെ ഉറക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ബുക്കൊക്കെ ചുമ്മാ എടുത്ത് നോക്കി അതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ കീറിക്കളയാം. അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പം ബുക്ക് നമുക്ക് പേരെഴുതാനും ഒക്കെയുള്ള സ്ഥലം ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ നെയിൽ സ്ലിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ ഒട്ടിക്കുന്നത്. ഓൾറെഡി ബുക്കിൽ കാണും ഇങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ കവർ ചെയ്യാനുള്ള പേപ്പറും അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സബ്ജക്റ്റ് ഏതാണെന്ന് അറിയത്തുള്ളൂ. സബ്ജക്റ്റും മാത്രം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ബുക്സിൽ ഏതാ സബ്ജക്റ്റ് എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പുസ്തകത്തിൽ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് പേരെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നോട്ട് ബുക്കിൽ പേരും ഏതാ സെക്ഷൻ എന്നുള്ളതും മാത്രം എഴുതിയിട്ട് കൊടുത്തു വിട്ടു. അങ്ങനെ ഞാനും പേരൊക്കെ എഴുതി. ചേട്ടന് അവരുടെ ബൈൻഡ് ചെയ്യാനുള്ള കവറൊക്കെ കട്ട് ചെയ്ത് അതൊരു എന്തോ ഒരു പേപ്പറല്ല, എന്തൊരു പ്ലാസ്റ്റിക് ഇതുപോലത്തെ സംഭവം. എനിക്കറിയില്ല അതെന്താണെന്ന്. ഞാനിവിടെ ഫ്രിഡ്ജിലൊക്കെ വാങ്ങിച്ചിടാൻ വേണ്ടി ഇടുന്ന ഒരു പേപ്പർ പോലത്തെ ഒരു സംഭവമാണ്. നല്ല കട്ടിയുള്ള, അതൊന്നും ഇങ്ങനെ കീറി പോകത്തൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ചേട്ടനത് ഓരോ ബുക്കിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്ത് തന്നു. അതുകൊണ്ട് ചേട്ടൻ തന്നെ കുറേയൊക്കെ കവർ ചെയ്തു. ചേട്ടനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മയോട് ഞങ്ങൾ എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. കാരണം അമ്മ ഇരുന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർ ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയപ്പോൾ കരഞ്ഞ സമയത്ത് അമ്മ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഞങ്ങളൊരു
രാത്രി ഒരു 3 മണി വരെ ഇരുന്ന് ഇത് തന്നെ പണിയായിരുന്നു. പ്രീ കെ ജിയിലാണെങ്കിലും ഒരു 7 ടെക്സ്റ്റ് ബുക്സും പിന്നെ അതുപോലെ തന്നെ 4 നോട്ട് ബുക്കും ഉണ്ടായിരുന്നു കേട്ടോ. 4 നോട്ട് ബുക്കിൽ 2 നോട്ട് ബുക്ക് ഇംഗ്ലീഷിന്, 2 നോട്ട് ബുക്ക് മാത്സിനും വേണ്ടിയുള്ളതാണ്. അങ്ങനെ ദാ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ നോട്ട് ബുക്ക് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ടെക്സ്റ്റ് ബുക്കും കൂടെ പൊതിഞ്ഞത്. അപ്പോൾ ദാ ടെക്സ്റ്റ് ബുക്കും എല്ലാം പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി 3 മണിയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ പേളിമാണി ഷോ കണ്ടുകൊണ്ടിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേളിമാണിയുടെ എല്ലാ വീഡിയോസും ഞാൻ ഫോളോ ചെയ്യാറുള്ള ഒരാളാണ്. അപ്പോൾ ഒരു വീഡിയോ പോലും ഞാൻ അങ്ങനെ വിടാറില്ല. എനിക്ക് സമയമില്ലെങ്കിൽ ഞാനിങ്ങനെ ഉറക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് അത് കേട്ടുകൊണ്ട് ഞാൻ ജോലി ചെയ്യും. പിന്നെ ഇത് കുറേ ചിരിക്കാനും ഉണ്ടല്ലോ ഈ പേളിമാണി ഷോ കാണുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അതും കണ്ടുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തു. അതുപോലെ നമുക്ക് അവരുടെ കൂടെ എത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. നമ്മൾ കൂടുതലും മൊബൈലും ഒക്കെ നോക്കിയിരുന്ന് നമ്മുടെ സമയം കളയാതിരിക്കുക. അവരുടെ കൂടെ നമുക്ക് അവർ പെട്ടെന്ന് വളരും. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ വളരുമെന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് മാക്സിമം എത്രയും സമയം കിട്ടുന്നോ അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. പിന്നെന്താ പറയണ്ടേ, പിന്നെ ഇവരുടെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതൊക്കെയാണെങ്കിലും ഇവർ പോയി കഴിയുമ്പോൾ എനിക്ക് കുറേ സമയം ഫ്രീ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കുറേ ഗ്യാപ്പുകളൊക്കെ വന്നായിരുന്നു, അതൊക്കെ കുറയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.